ഞാൻ വീട്ടിലാണ്. അപ്പൊ 3 വാഴ. അത് 3 വാഴ. നടുക്കത്തെ വാഴ. ഹലോ ഗായ്സ്, എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. യെസ് ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊലവെട്ടൽ. ഗായ്സ്, നമ്മൾ ഇന്ന് നമ്മുടെ വാഴക്കൊല വേട്ടാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പം നമ്മുടെ വാഴയിൽ ഒരു അടിപൊളി വാഴക്കുല വാഴയില് ചുള്ളി വാഴക്കുല. ഗായ്സ്, നമുക്ക് എന്ത് ചെയ്യാം? അത് അഡ്വഞ്ചറൈസ് ആയിട്ട് നമുക്ക് വെട്ടാൻ വേണ്ടി പോയാലോ? ഇനി അധികം നാൾ ആ വാഴയിൽ നിർത്തിയാൽ വാഴ പോലും അവിടെ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പോയി? എനിക്കും ഇങ്ങനെ പറന്നു നടക്കണമെന്നുണ്ട്, പക്ഷെ കാലിന്റെ അവസ്ഥ ഉണ്ടല്ലേ. അങ്ങനെ കൊച്ചു അടങ്ങി നടക്കട്ടാ. അതിപ്പോ പറിക്കണ്ട, ഒന്ന് നടന്നേ കൊച്ചേ, നമുക്ക് സമയമില്ല. നടക്ക് ഗൈസ്, 1 മിനിറ്റ് വെച്ചാ പറയാൻ പറ്റില്ല എപ്പോഴാ ഇത് മിസ്സിംഗ് ആവുന്നേന്ന്. ഇവിടെ നോക്ക്, ഇവിടെ 2 വാഴയുണ്ട്, അവിടെ 1 വാഴയുണ്ട്, നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു ഇതൊരു വാഴ, പിന്നെ ഞാനൊരു വാഴ. മോസ്റ്റ് വാഴയാണ് ഗൈസ്. സാധാരണ വാഴയ്ക്കൊക്കെ 1 കൊല ഉണ്ടാവും, നമുക്ക് 100 കൊല. എനിക്ക് ആരും കൊല കേട്ടോ. അപ്പൊ ഗൈസ്, ഇതേ നമ്മുടെ വാഴക്കുല. ഇവിടെ പങ്ക ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ കാണുന്നുണ്ടോ വാഴക്കുല? അതാണോ വാഴക്കുല? അതേന്ന് പറയൂ. അതേലോ. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ചാടി ഇറങ്ങാൻ നോക്കാം. യെസ്, ഞാൻ ചാടാൻ പോണേ. ഞാൻ ചാടി ഒന്നുകൂടി എന്നെ കാലൊടിയും. ഇത് നിക്കായില്ലേ എന്റെ കൊച്ചേ, ഈ ഡ്രസ് ഇട്ടിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ മുളഞ്ഞീൻ വാക്കത്തി. അതെ, നമ്മുടെ ചക്ക വിടുന്ന വാക്കത്തിയാണ്. അതുകൊണ്ട് തന്നെ മുളഞ്ഞീനാൽ സമൃദ്ധമായതാണ്. കണ്ടോ, നമ്മൾക്ക് ചുണ്ടില്ല. നമ്മൾ ചക്ക വെട്ടാൻ പോയ വീഡിയോ വ്ളോഗിനകത്ത് നമ്മൾ ഈ വാക്കത്തിയാണ് നമ്മൾ എടുത്തോണ്ട് പോയത് കേട്ടോ. കണ്ടോ, കയ്യിലൊന്നും ആക്കണ്ടത്. ഈ ഇല ഇരിക്കട്ടെ. എടുത്തോട്ടെ, ചാടല്ലേ? എനിക്ക് ചുരുളിനട്ടാ, ഭയങ്കര ചുരുളിനട്ടാ. ഗായ്സ്, മഴക്കാലത്താണ് ഇങ്ങനത്തെ ചുരുളിനട്ട. ഇത് തേരട്ടേന്റെ നമ്മൾ തൊട്ട് കഴിയുമ്പോഴേക്കും അത് ബോള് പോലെയാവും. കണ്ടോ, ഒന്ന് പോയിട്ട് തുടരായിനെ. ഇവർക്ക് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. അത് ഞാൻ അടുത്ത അതിന്റെ ഒച്ച കേൾക്കുമ്പോഴേക്കാ ചുരുണ്ട് പോകും. ആ വഴി ചാട്, ഞാൻ ആ വഴി ചാടിയാലേ ആ വഴി ചാടിയേ പറ്റും. പക്ഷെ എന്റെ സൗണ്ട് കേൾക്കും. അത് ഇല്ലെന്നേ, സൗണ്ട് കേട്ടാ കുഴപ്പമൊന്നുമില്ല. റെഡിയാണോ? ആ റെഡി. ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചുരുളിനട്ടേനെ. ഇവന്റെ ഒച്ച കൂടെ ചുരുളൂടാ നോക്കട്ടെ. നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ ചുരുളനട്ട. തൊട്ട് നോക്കാം കേട്ടോ നമുക്കതിനെ. ചുരുണ്ട് 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 ചുരുണ്ട്. അതാ ബോളിലൊരു കോൽ പിടിച്ചതാ. അതോ അടുത്ത് കടന്ന ഒരു ഈർക്കിലി കഷ്ണം കൂടെ കൂട്ടി. ഇതുണ്ടോ, ഇത് കണ്ടോ ഗൈസിന് കൊറേ നേരം കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഇടുന്ന് പോയി കഴിയുമ്പോഴാണ് ഇത് നേരെ ആവുള്ളൂ. ഒന്നും ചെയ്യില്ല ഗൈസ്. അതാ നിലത്തിടല്ലേ പാവം എന്ന് പറഞ്ഞ, ഇത്രയും പാവം വേറെ ഒന്നുമില്ല ഗൈസ്. കണ്ടോ, ശരിക്കും ഒരു ബോള് കണ്ടോ, കറക്റ്റ് ഒരു ബോളില് ആടാ പാവം. അയ്യോ ഉങ്ങാച്ചിയെ, അതാ എന്റെ മുളഞ്ഞിനെ എന്റെ മേത്ത് പറ്റി. അതിന്റെ തലയൊക്കെ ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ വങ്ക കാണാൻ. നോക്കിതാ, ശരിക്കും കണ്ടോ, ഇതാ നല്ല ഉണ്ടേട്ട. അപ്പൊ നമുക്ക് ഈ ഉണ്ടേട്ടനെ എന്ത് ചെയ്യാം? ഇവിടെ പൊക്കോളൂ കേട്ടോ. വെച്ചേ, നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ പ്രകൃതിയിൽ. എന്തൊക്കെ മായാജാലങ്ങളാണ്. ഇറങ്ങടാ, നീ ഇറങ്ങണം, ഞാൻ പിടിക്കാം. അപ്പൊ ഗായ്സ്, നമ്മുടെ മോസ്റ്റ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അയ്യോ, മമ്മ അന്ന് ഊർന്ന പോലെയാണോ? പദം എന്ന് പറഞ്ഞ ഇറക്കൂട്ടോ. ആ ഡ്രസ്സൊക്കെ നശിപ്പിച്ചു വെച്ച്. അതിന് മാത്രമൊന്നുമില്ല കേട്ടോ. പിടിച്ചോ. ചെളിയായില്ലല്ലോ. എന്താ ചെളി?
ഉണ്ട കുഞ്ഞാച്ചി. നിങ്ങൾക്കറിയോ വാഴ എവിടെ ഉണ്ടാകുന്ന? വാഴ നിലത്തുനിന്നാട്ടോ ഉണ്ടാവുന്നത്. 2-3 വാഴയുണ്ട്. ഒരു വാഴ ഇത് ചാഞ്ഞു പോയി. ഈ കാറ്റൊക്കെ അടിച്ചിട്ടാട്ടോ ഇങ്ങനെ ആയി പോയത്. പക്ഷെ ഇതിനകത്ത് കുഞ്ഞുണ്ടാവുന്നുണ്ട്. നീ ഒന്നും കാണിക്കത്തില്ല, ക്യാമറാമാൻ ബോറാട്ടോ. നീ ഏറ്റവും കാണിക്കാൻ ഇതുണ്ടോ? ഇതൊരു വാഴ, ഇതൊരു വാഴ, ഇതേ കുഞ്ഞു വാഴ കുഞ്ഞുണ്ടാവുന്നുണ്ട്. ഇതടുത്ത വാഴ, ഇതടുത്ത വാഴ. അപ്പൊ അതെ ഗായ്സ് 1 2 3 നമ്മളെപ്പോഴും സദ്യ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇല എടുക്കുന്നത് ഈ മോസ്റ്റ് ആയിട്ടുള്ള ഈ വാഴയിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്കത് കണ്ടുതന്നെ തന്നെ മനസ്സിലാവും. പകുതി എണ്ണത്തിനും പകുതി ഇലകളേ ഉള്ളൂ കേട്ടോ. മോസ്റ്റ് ആയിട്ട് നമ്മൾ ഇല വെട്ടാൻ വേണ്ടി വരുന്ന ഇവരുടെ അടുത്തേക്കാണ്. പിന്നെ നമ്മൾ അവിടത്തേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന്റെ ടൈമിലായാലും അതെ വിഷുവിന്റെ ടൈമിലായാലും നമ്മൾ സദ്യ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ വന്ന് വില വെട്ടുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. മാത്രമല്ല താഴെ ഉണ്ട് വാഴ, അവിടെയൊക്കെ ഉണ്ട് വാഴ. നമുക്ക് നമ്മൾ വെട്ടാൻ വേണ്ടി വരുന്നത് ഇവിടേക്കാണ്. അയ്യോ പേടിപ്പിക്കല്ലേ. ഇതില്ലേ ഏത്തവാഴന്റെ അല്ല ഏത്ത, ചെറുപഴ. ഇത് ചെറുപഴ. അയ്യോ എന്നെന്തോ കടിക്കുന്നുണ്ട് നെറ്റിയില്. അപ്പൊ ഇത് ഏത്തവാഴന്റെ അല്ല എന്ത് വാഴ. ഇത് ചെറുപഴത്തിന്റെ ആണ് വാഴ. എന്താ ഓക്കെ വരും. ഞാൻ വാഴക്കൊല കാണിച്ചു. വാഴ എന്താ പറയാ, വാഴക്കൊലേന്റെ വെയിറ്റ് കാരണം അങ്ങോട്ട് ചാഞ്ഞേക്കുവാണ്. അതന്നെ, ഇത്രയും വലിയ വാഴയ്ക്ക് ഇത്രയും കുഞ്ഞി കൊലേന്റെ വെയിറ്റ് പോലും താങ്ങാൻ കഴിവില്ല. പിന്നെ കാറ്റൊക്കെ വീശായിരിക്കും അതിന്റെ ഇത് പോയത്. അതന്നെ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്തെന്നാ കാര്യം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴമരം. വാഴ മരമാണല്ലോ. അതന്നെ, നിങ്ങൾ പറയുക വാഴ ഒരു മരമാണോ അതൊരു ചെടിയാണോ അതൊരു കുറ്റിയാണോ അതൊരു ക്ലൈമറാണോ? ഇതുവരെ ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല വാഴ ഒരു മരമാണോ ചെടിയാണോ എന്നുള്ള കാര്യം. അപ്പൊ വാഴമരം അപ്പൊ വാഴ തലയിൽ വീഴും. അപ്പൊ അത് കണ്ടോ, ഇതാണ് നമ്മുടെ വാഴ കൂമ്പ്. അപ്പൊ ഇതിന്റെ ഉള്ളില് തേനുണ്ടോ നമുക്കറിയില്ല. തേനൊക്കെ ഉറുമ്പൊക്കെ തിന്നാണ് വയസ്സ് വന്ന പഞ്ചസാര ഉറുമ്പിന്റെ ചൊവ്വ. ഇതുണ്ടോ, ഇതൊക്കെ ഇതുകൊണ്ട് നമ്മൾ തോരനൊക്കെ വെക്കൂലേ? വാഴക്കൂമ്പും കൊണ്ട് നമ്മൾ തോരൻ വെക്കും. നമ്മുടെ എന്താ പറയാ, നമ്മുടെ കുടലൊക്കെ നല്ല വൃത്തിയാക്കും. വയറിൽ മുടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ കറ എങ്ങാനും ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ തീർന്നു. അമ്മച്ചി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോഴേ പറഞ്ഞു, മേത്തെങ്ങാനും കറയാക്കിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വാഴക്കുള എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇവനെ വെട്ടിയാലോ പങ്ക? പിന്നെ വെട്ടല്ലേ, നീ ശരിക്കും കാണിക്കൂ. നമ്മുടെ ചെറുപഴാണ്. തലേ വെട്ടോ? അയ്യോ, നമ്മുടെ ചെറുപഴാണ്. ഇവിടെ വാഴ നട്ട് കഴിഞ്ഞാൽ കാഴ്ച ഒന്നാമത്തെ കാര്യം നമുക്ക് കുരങ്ങന്മാരൊന്നും തരൂല, അനുഭവം ഉള്ളത്. രണ്ടാമത്തെ മെയിൻ ആയിട്ട് കുരങ്ങന്മാരല്ല, മനുഷ്യന്മാരാണ് മെയിൻ, നാട്ടുകാരാണ്. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നോക്കിയിരിക്കും, വരും, വെട്ടിയിട്ട് ചിലപ്പം വെട്ടിയില്ലേ കുറച്ച് കഴിയുമ്പോ വാഴയോടെ ഇവിടെ ഉണ്ടാവില്ല. കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും എല്ലാം അപ്രത്യക്ഷം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടല്ലേ പങ്ക? പിന്നല്ല വാടാ, അതാണ് നമ്മുടെ വാഴ. വാഴ ഒടിഞ്ഞാ കുഴപ്പമുണ്ടോ? ഇല്ലല്ല ഇല്ലല്ല. എന്റെ ദൈവമേ, ഇതൊക്കെ ഉടുത്തിട്ട് വന്നാ ഇത് തന്നെയാ കുഴപ്പം. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തത്. അവിടെ റെഡിയല്ലേ? അയ്യേ, ഇതെന്താ ആനപ്പാന്റ്? ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞേ ദൈവം, ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ എന്റെ തലയിലേക്ക് കാണാനേ വാഴ. അതോ ഗായ്സ് നോക്ക്, നല്ലൊരു വാഴ ഈ കാലിന് ഒടിച്ചു. അല്ല, ഒടിച്ചാ കുഴപ്പമില്ല. അയ്യോ, എന്റെ തലയിലാ വീണത്. ദൈവമേ, വാഴ തലയിൽ വീണു. ഇനിയിപ്പം കുഞ്ഞാച്ചിന് തലയിൽ കുറെ വാഴക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഗൈസ്. ഇതാണ് നമ്മുടെ വാഴക്കുല. കുല അങ്ങോട്ട് നന്നായിട്ടൊക്കെ ചെത്തു. എങ്ങനെയാണ് ചെത്ത? അയ്യോ അയ്യോ, ഈ പൊട്ടനെ ഇവിടുന്ന വരുന്നേ. ആ ഭാഗത്തിങ്ങന്നെ അവിടെ നല്ല വെട്ടേണ്ടത്. അതാ പഴം വെട്ടി. എന്റെ ദൈവമേ, ഗായ്സ് നമ്മുടെ ഓണത്തിലേക്കുള്ള കൊലയാ. ഗായ്സ്, നമ്മൾ സത്യം പറഞ്ഞ ഓണത്തിലേക്ക് ഇത് വെട്ടാന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാൽ ഉണ്ടാവില്ല. വെട്ടി വെക്കുന്നോണ്ട് തന്നെ ഇത് മൂത്തതായതുകൊണ്ട് തന്നെ വേഗം പഴുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാം. ഓണത്തിന് നമുക്ക് വേറെ പഴം നമുക്ക് വാങ്ങാം. പിന്നെ ഇലയിലൊക്കെ കണ്ടില്ലേ ഗായ്സ്, ഫുൾ മുറിഞ്ഞിരിക്കുന്ന ഇല. ഇതാണ് നമ്മുടെ വാഴ. കുഴപ്പമില്ല, നിങ്ങൾ കണ്ണു നിറയെ കണ്ടോ? വാഴ കാണാത്ത ആരോ ഉള്ളേ? എല്ലാരും കണ്ടോ വാഴ? ഒരു മോസ്റ്റ് പറയട്ടെ, ഈ വാഴയിലയിൽ കഴിക്കുന്ന സദ്യ, വാഴയിലയിൽ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ഉണ്ടല്ലോ, അതിന്റെ രുചിന്റെ അത്ര ഈ ലോകത്തിൽ ഒരു ഫുഡും വരില്ല. സത്യം, ഒരു ഫുഡ് എന്ന് പറഞ്ഞാല് ഒരു ഫുഡും വരില്ല. വാഴയില കഴിക്കുന്ന ഫുഡ്. ദൈവമേ, കണ്ടോ, വാഴക്കറ വന്നിട്ടുണ്ട്. വെയിൽ കാണിച്ചു കൊടുക്കണം. വാഴക്കറ വെള്ളം പോലെ ഉണ്ടാവും. അത് നല്ല സെറ്റിന്റെ മുണ്ടിന്റെ ഒക്കെ ആയ കളി അങ്ങ് പോകും. നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, തുടങ്ങൂല്ലേ? തുടങ്ങും.
ഇത് എന്താണ്? ഇത് വാഴ വാഴ. ഇത് എന്താണ്? ഇത് വാഴ വാഴ. ഞാൻ ആരാണ്? വാഴ പെരുവാഴ. കുഞ്ഞു വാഴ വലിയ വാഴ കുഞ്ഞു 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 വാഴ വലിയ വാഴ. വാവാറ്റ വീട്ടിലാണ്. അപ്പൊ 3 വാഴ. അത് 3 വാഴ. ഇതോ 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 ഇതാണ് മോശപ്പഴം. അല്ല ചെറുപഴം. ഇത് ചെറുപഴം വാഴപ്പഴം. ചെറു 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 ചെറുപഴം. വെട്ടാൻ പോന്നു വാഴക്കൊല വെട്ടാൻ പോന്നു. ആര് ആര് ആര്? നടുക്കത്തെ വാഴ നടുക്കത്തെ വാഴ നടുക്കത്തെ വാഴ. നടുക്കത്തെ മോശി വാഴ ആയാ കുഞ്ഞാറ്റ ബ്ലോ. ഡയാന ഡയാനയാണ്. വാഴ വെട്ടുന്നു കൊല വെട്ടുന്നു. പിന്നല്ല മാറിക്ക് മാറാ. ഇതെന്താണ് ഈ കാണുന്നത്? കാവിലെ വാഴക്കൊല നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അല്ലാതെ തന്നെ മാഷ് മുമ്പ് വാഴക്കൊല കണ്ട് പരിചയമുണ്ടോ? പിടിച്ചോ. അല്ല ഇതാ കണ്ടോ? ആരായി അപ്പൊ ഞാൻ? കൊല കത്തി വാഴ. ഇതാ പിടിച്ചോ. ഇതിന്റെ എങ്ങാനും കറ പറ്റിയാല് അടിപൊളിയായിരിക്കും guys. തീർന്നില്ലേ? Guys, ഇത് കണ്ടോ കുഴ ഇറ്റിറ്റില്ല കുഴാന്ന് നമ്മുടെ കറ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ണ്ടല്ലേ അടിപൊളി വാഴക്കൊല കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാലുള്ള വീഡിയോ ഞാൻ ഇടാട്ടോ. മോസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓണം വരെ നിക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ എങ്ങനെയാ പറ്റേ നമ്മള് വെട്ടിക്കൊണ്ടോ. അപ്പൊ എന്താക്കാണ് ഇനി ഇത് പഴുപ്പിച്ചിട്ട് നമുക്ക് തിന്നണം. എന്തായാലും ഓണത്തിലേക്ക് നമുക്ക് കിട്ടൂലെന്നാണ് ഗൈസ്. അയ്യോ ഞാൻ എന്റെ വികലാംഗനെ ഇവിടെ വിട്ടിട്ട് പോലടാ ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അതെ അയ്യോ എന്നെ എങ്ങനെയാണ് എടുക്കുന്നേ? ഞാൻ പിടിക്കാടാ. ഇല്ലടാ വാ വാട്ടോ. അതല്ല കൈ മുഴുവൻ പിടിക്കണം. ശരിടാ. അയ്യോ അങ്ങനെ പിടിച്ചത് കേറില്ലടാ. എന്ത് സർക്കസാണ്. കുഞ്ഞാച്ചി മുഴുവനും വേണ്ടി കേട്ടോ ഇതിന്റെ ശക്തി. ശരി. ബേഹി 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 എന്റെ അവസ്ഥ നിങ്ങൾ കാണണം. കൊന്നു ഇതിന് കൈ അവിടെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അങ്ങനെ ഗായ്സ് ഐശ്വര്യമായിട്ട് നമ്മുടെ മോസ്റ്റ് വാഴക്കുല വെട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഇതാ അങ്ങനെ ഞാനും ഭയങ്കര കൂടി നമ്മുടെ വാഴക്കൊല അടിപൊളിയായിട്ട് വെട്ടിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ പിടിക്കടാ. അപ്പൊ എന്ത് ചെയ്യാൻ പോടാ? വേണ്ട കുത്തണ്ട. അയ്യോ സോറി. അപ്പൊ എന്ത് ചെയ്യാൻ പോടാ? നമ്മൾ രണ്ടുപേരും ഈ വാഴക്കൊലയായിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊല വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വാഴക്കൊല വെട്ടൽ വ്ലോഗ്. എന്താണ് വെട്ടൽ? വാഴക്കൊല വെട്ടൽ വ്ലോഗ് വരുവാ. നമ്മള് വിട്ടിട്ടുണ്ട്.